ഞാൻ വിചാരിച്ചതുപോലെ ഹീമേനോട് ഞാൻ പകവീട്ടി കഴിഞ്ഞിരിക്കുന്നു. അസ്ഥികൂട, നീയാണ് കാരണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ ചെയ്ത തെറ്റുകൊണ്ട് നിന്റെ സ്ഥിതി ഇങ്ങനെയായെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ? ഇനി ഇറ്റാനിയയിൽ നിന്നെ കൊണ്ടുള്ള ശല്യം എനിക്കുണ്ടാവില്ല. നിനക്കിനി ഒന്നും ഓർമ്മയുണ്ടാവില്ല ഹീമാൻ. അതുകൊണ്ട് തന്നെ നീ എന്റെ വഴിയിൽ കുറുകെ വരികയുമില്ല. ഇരുട്ടിന്റെ ശക്തിയിൽ ആണയിട്ട് ഞാൻ പറയുകയാണ്, ഹീമാന്റെ ഓർമ്മശക്തി പരിപൂർണമായി ഇല്ലാതാവട്ടെ. ഇവനെന്താ ഇങ്ങനെ ചെയ്തത്? ഹീമാനെ ഈ പ്രപഞ്ചത്തിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം അവനെ തടവിലാക്കാൻ പോകുകയാണ്. അവൻ എവിടെ പോയി? തീർച്ചയായും നിനക്ക് അറിയണമെന്നുണ്ടോ? എന്നാൽ കേട്ടോളൂ, അവൻ ജീവിതകാലം മുഴുവനും മറ്റൊരു ഗ്രഹത്തിൽ മുഖപരിചയമില്ലാത്തവരുടെ നടുവിൽ ഞാൻ ആരാണ്, എവിടെ നിന്ന് വന്നു എന്ന് ഓർമ്മയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കാൻ ഞാൻ വിടുകയാണ്. അസ്ഥികൂടാ, ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണണ്ട. അവരെ ഞാൻ നോക്കിക്കോളാം. നമ്മൾ വന്ന ജോലി കഴിഞ്ഞിരിക്കുന്നു. വരൂ, പോകാം. അസ്ഥികൂട, ശൂന്യ, എന്നെ വിട്ടിട്ട് നിങ്ങൾ എവിടെയായി പോയത്? ധൃതി പിടിച്ച് നിന്റെ ഇരുമ്പ് വാഗൊണ്ട് ഇത് കടിച്ചു മാറ്റി പുറത്തേക്ക് വരാമെന്ന് നീ വിചാരിക്കണ്ട. നമ്മൾ എങ്ങനെയോ ഇവരെ രണ്ടുപേരെയും തടവിലാക്കി. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സാഹസിയോട് സംസാരിക്കാൻ മായന്റെയും മറ്റുള്ളവരുടെയും സഹായത്തോടെ ഞാൻ പോകുകയാണ്. കാരണം അസ്ഥികൂടൻ ഇപ്പോൾ കൂടുതൽ ബലശാലിയാണ്. ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് നമ്മളെ നോക്കി വരുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഏത് ഗ്രഹത്തിലാണ് അദ്ദേഹം പോയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുന്ന കാര്യം നമുക്കിപ്പോ വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇതിന് ഏതെങ്കിലും ഒരു വഴി തീർച്ചയായും ഉണ്ടാകും. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരാളെ എനിക്കറിയാം. ഹീമാൻ എവിടെയാ പോയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. സോഡ, പ്രപഞ്ചം മനസ്സിലാക്കുന്നവരെ, എന്റെ മുന്നിലേക്ക് വന്നാലും നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്റെ വാക്കുകളെ ബഹുമാനിച്ച് ഇവിടെ വന്നതിന് നന്ദിയുണ്ട്. ഇറ്റാനിയക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് വരാതിരിക്കുക? ഒരു സഹായം വേണം മിസ്റ്റർ സോഡ. ഹീമാനെ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അതിനെ മാറ്റാനുള്ള ശക്തി ഇല്ലെന്ന് നീ അറിയണം മായൻ. പക്ഷെ നിങ്ങളുടെ സഹായത്തിനായി ഇത് ഞാൻ നിങ്ങൾക്ക് തരാം. നിന്റെ മാജിക്കിന് ഇത് വളരെ സഹായകരമായിരിക്കും. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അയ്യോ, ഇപ്പോൾ നമ്മൾ മായന്റെ മാജിക്കിനെ വിശ്വസിച്ചാണോ പോകേണ്ടത്? അതോ ഗതി തന്നെ. മായൻ, വരയൻ പുലി, ഇരുമ്പ് മനുഷ്യൻ, നിങ്ങൾ മൂന്നുപേരും ഉടനെ പുറപ്പെടുക. വീരമിത്രൻ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട, ഉടനെ പുറപ്പെടുക. ഹീമാൻ അപകടത്തിൽ കുടുങ്ങിയിരിക്കുക. ഞാൻ എവിടെയാണ്? അല്ല, ഇതെന്താണ് എന്റെ കയ്യിൽ? നിക്ക്, പോകാതെ. എന്നെ കണ്ട് പേടിക്കരുത്. ആരാ നീ? ഇവിടെ എന്ത് ചെയ്യുന്നു? നീ ആ പ്ലെൻഡറിന്റെ ആളാകാനാണ് സാധ്യത. നിന്നെ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പ്രാവശ്യം നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി നീ ഏതെങ്കിലും പ്രാണിയെ ഉപദ്രവിച്ചാ? ഞാൻ ഇതുവരെ ഒരു ജീവിയെ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ എവിടെയാണെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ നീ ആ പ്ലെൻഡറിന്റെ കയ്യാളല്ലേ? അല്ല, ഞാൻ ആരെന്ന് തന്നെ എനിക്കറിയില്ല. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വേറൊരാളുടെ ഓർമ്മ വരുന്നു. അത് ആരാണെന്ന് വെച്ചാൽ അത്... ശരി, ഞാൻ നിന്നെ വിശ്വസിക്കാം. നീ ഈ സ്ഥലത്ത് പുതിയതാണെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നേ. എന്തായാലും എന്റെ കൂടെ ഇപ്പൊ വാ. അതിനുശേഷം ഞാൻ നീ എവിടെയുള്ളവനാണെന്ന് മനസ്സിലായിക്കോളാം. ശരി, വരാം. ഓ,
ആ നല്ലവനായ ഗ്ലീഡലിന് ഒരു പുതിയ സുഹൃത്തിനെ കിട്ടിയോ? കാണാൻ നല്ല ബലശാലിയായിട്ട് തോന്നുന്നല്ലോ. ഒന്ന് കളിച്ചാൽ എന്താ? ഇങ്ങനെ ഒരാൾ ഇപ്പോഴെനിക്ക് ആവശ്യമാണ്. ഈ പ്ലെൻഡറിന്റെ പദ്ധതിയെ ഒരു പ്രത്യേകതയാണ്. ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. ഒന്ന് പേടിക്കാതെ വാന്നേ. കാലചക്രം വഴി പോകുന്നത് അല്പം അപകടമാണ്. നമ്മൾ ഹീമാനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തന്നെയാകണം. സൂക്ഷിച്ചു പോകൂ. ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ഹീമാൻ നിങ്ങളെ കണ്ടാൽ നിങ്ങളെ ഓർമ്മയുണ്ടാവില്ല. ഓർമ്മിപ്പിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അപ്പോഴേ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയൂ. ഓർമ്മിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ നോക്കിക്കൊള്ളാം. ഇതുപോലത്തെ പ്രയാണങ്ങൾ എന്റെ ആരോഗ്യത്തിന് അത്ര ചേരുന്നതല്ല. സൂക്ഷിച്ചു പോയിട്ട് വരൂ സുഹൃത്തുക്കളെ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കഴിഞ്ഞു. അയ്യോ, എന്നെ വിട്ടേക്കണേ. എന്റെ വഴി നോക്കി ഞാൻ തിരിച്ചു പോയേക്കാമേ. ഒന്ന് സമാധാനിക്ക് വരേമ്പുലി. നിന്നെക്കാട്ടിലും ഭയങ്കര മൃഗങ്ങളെ ഒന്നും നമ്മളിവിടെ കാണാൻ പോകുന്നില്ല. ഓ, പറക്കുന്നത് എത്ര സുന്ദരമാണ്. ഓ, നിനക്ക് വളരെ സുന്ദരമായിരിക്കും. പക്ഷെ തിരിച്ചു പോവുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇത് കണ്ടോ, സോഡക്കിന്റെ മാന്ത്രിക വടി പ്രകാശിക്കാൻ ആരംഭിച്ചു. നമ്മൾ ഹീമാന്റെ അടുത്ത് എത്താൻ പോവാന്ന് തോന്നുന്നു. ഇങ്ങനെ തറയിറങ്ങിയാലേ ശരീരത്തിലെ എല്ലിന്റെ പൊടി പോലും കിട്ടില്ല. നമ്മൾ എത്തിയല്ലോ. ആ, ഈ സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ നോക്കൂ, ഇതാരോ ഇവിടെ മറന്നു വെച്ചിട്ട് പോയെന്നാ തോന്നുന്നത്. ഇതൊരു സാധാരണ വാളല്ല, ഇത് ഹീമാന്റേതാ. നീയൊന്ന് മണം പിടിച്ച് നോക്കിയേ വരേമ്പുലി. എനിക്ക് ജലദോഷമാണ്. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ഈ സ്ഥലത്തുള്ളവരാണോ? അതെ, ഈ ഗ്രഹത്തിന്റെ പേര് ട്രീഡേസ്. എന്റെ പേര് ഗ്ലീഡിൽ. ഇവിടെയുള്ള ജീവികളെയൊക്കെ ഞാനാണ് നോക്കുന്നത്. ഇപ്പോഴുള്ള ജീവികളെ ശുശ്രൂഷിക്കുന്നത് ഞാനാണ്. എന്താ സംഭവിച്ചത്? ഒരു കാലത്ത് ട്രീഡേസ് കാണാൻ വളരെ മനോഹരമായിരുന്നു. പക്ഷെ പ്ലെൻഡർ വന്നതിന് ശേഷം എല്ലാം മാറി തുടങ്ങി. അവൻ അവന്റെ യന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ച് കാടുകളെല്ലാം നശിപ്പിച്ചു, ആടുകളെല്ലാം അശുദ്ധപ്പെടുത്തി. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജീവികളൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ചെയ്തുകൊണ്ട് കുറെ മൃഗങ്ങൾ ചത്തും പോയി. ഇതിനൊക്കെ കാരണം ആ പ്ലെൻഡർ ആണ്. ഇവയൊക്കെ ആ ചത്തുപോയ മൃഗങ്ങളുടെ പടങ്ങളാണ്. ഇത് കാണുമ്പോൾ എനിക്കൊന്ന് ഓർമ്മ വരുന്നു. അത് ഇതാ പ്ലെൻഡറിന്റെ ചതിയാണ്. ഇത് എന്നെ കൊണ്ട് എങ്ങനെ സാധിച്ചു? മയങ്ങി പോന്ന പോലെ ഉണ്ടല്ലോ. ഹീമാൻ എവിടെ ഉണ്ടെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെയൊക്കെ ഭയങ്കര പൊടിയാണ്. എനിക്ക് മണം പിടിക്കാനേ പറ്റുന്നില്ല. എങ്ങനെങ്കിലും ഹീമാനെ കണ്ടുപിടിക്കണം. ആ മൃഗത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ. എനിക്കെന്തോ ഈ മൃഗം പാവമാണെന്ന് തോന്നുന്നു. ഹീമാൻ എവിടെയാണുള്ളതെന്ന് ഇതിനോട് ചോദിച്ചു നോക്ക്. ഇത് ഒരുപക്ഷെ പറയും. ഇവന്റെ യജമാനെയും ഹീമാനെയും ഒരു വലിയ റോബോ പിടിച്ചുകൊണ്ടുപോയെന്ന് ഇവൻ പറയുന്നു. നേരം വെളുത്തു, വേഗം എഴുന്നേൽക്കൂ. എഴുന്നേൽക്കൂ ഹീമാൻ. ഞാൻ പ്ലെൻഡർ, ഈ ട്രോണിക്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നയാൾ. ഇവിടെ വരണമെങ്കിൽ എന്ത് ധൈര്യം ഉണ്ടെന്ന് നോക്ക്. കൊണ്ട് ഒരു മിനിറ്റ്. ഈ ട്രോണിക്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നയാൾ. ഇവിടെ വരണമെങ്കിൽ എന്ത് ധൈര്യം ഉണ്ടെന്ന് നോക്ക്.
ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിനക്ക് ഇഷ്ടപ്പെടുകയില്ലെന്ന് എനിക്ക് അറിയാം ഗ്ലീഡൽ. അതുകൊണ്ടാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലം നിനക്കായി ഒതുക്കി വച്ചിരിക്കുന്നത് ഗ്ലീഡൽ. നീ ഈ കാര്യത്തിൽ തലയിടാതിരിക്കുന്നതാണ് നല്ലത് ഹീമാൻ. ഞാൻ ഈ പ്രപഞ്ചത്തിലെ വലിയ പണക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്നു ഹീമാൻ. അതിന് നിന്റെ സഹായം ആവശ്യമാണ്. എന്താണ് പറഞ്ഞു വരുന്നത്? ഈ ഗ്രഹത്തിന്റെ ജീവശക്തി ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്റെ ദുഷ്ടശക്തികൾ ഉപയോഗിച്ച് ഇതിനെ ഒരു രസമാക്കി മാറ്റി കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കാമെന്ന് കരുതുന്നു. എങ്ങനെയുണ്ട് എന്റെ പദ്ധതി? ഞാൻ പണക്കാരനാവും. പണത്തിന് വേണ്ടി നീ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചോ? ഇതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇവള് പറയുന്നു ഹീമാൻ ആ ഭയങ്കരമായ സ്ഥലത്തിനുള്ളിലാണെന്ന്. പിന്നെ എന്തിനു കാത്തിരിക്കണം? നമുക്ക് പോയി ആക്രമിക്കാം, വാ. വേണ്ട ഇരുമ്പ് മനുഷ്യ, ഇപ്പോൾ നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം. ശാന്തമായി ചെന്ന് പേടിപ്പിക്കണം. എന്ത് തീരുമാനിച്ചു പറയൂ. എന്നെ നീ സഹായിക്കാൻ പോകുന്നു, ശരിയല്ലേ? ഞാൻ എവിടുന്നാണ് വന്നത്? എന്റെ പേരെന്താണ്? ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ലോകത്തിന് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് മാത്രം എനിക്കറിയാം. എങ്കിൽ നീയും ഗ്ലീഡലും സ്ഥിരമായി ഇവിടെ തന്നെ കഴിയുക. എനിക്കെതിരായി എന്താണ് നടക്കുന്നത്? ഹീമാൻ, ഇവിടെ നോക്കൂ, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞാൻ ഹീമാനാണോ? അതിക്രമിച്ചകത്ത് കിടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഹീമാൻ, നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ? നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. സോഡാക്ക് നിങ്ങളെ എല്ലാം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പരിശ്രമിച്ചു നോക്കാം. ഞാൻ എവിടുന്ന് വന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇവരോട് ഞാൻ ഒരു കൈ നോക്കട്ടെ. എന്ത് പറഞ്ഞാ ഞാനിപ്പോ ഓർമ്മിപ്പിക്കുക? ഇപ്പൊ മനസ്സിലായി. നിങ്ങൾക്ക് ഗ്രേസ് കല്ല് കണ്ടാ എല്ലാം മനസ്സിലാകും. എന്റെ കൂടെ വന്നേ, വേഗം വാ. രക്ഷിക്കൂ, രക്ഷിക്കൂ. ആ വാള് മേൽപോട്ട് ഉയർത്തി ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്ന് പറയൂ. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി. എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. മായനോ? ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി നിങ്ങളുടെ ഓർമ്മശക്തി വീണ്ടെടുത്തു. നമുക്കിപ്പോ അടുത്ത ജോലി നോക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. എല്ലാവരും എന്റെ റോബോക്കളെ അടിച്ചു നുറുക്കുകയാണ്. പക്ഷെ എന്റെ മായരസത്തെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ നോക്ക്. ഈ രസത്തെ വെച്ച് എനിക്ക് പണക്കാരനാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരും ഇത് നേടരുത്. ഇപ്പോൾ താഴെ ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. വളരെ നന്ദിയുണ്ട് ഹീമാൻ. ഇപ്പൊ ഈ സ്ഥലം പഴയതുപോലെ മനോഹരമായി. ആ ദുഷ്ടന്റെ ശക്തികൾ നശിപ്പിച്ചതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ഗ്രഹം പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഒരു ആശ്ചര്യം കാണണോ?
ആ പ്ലെൻഡറെ ഞാനൊന്നും ചെയ്തില്ല. അവനെ ഞാനൊരു ജോലിക്കാരനാക്കി. ഇവനെ കണ്ടതുകൊണ്ട് എന്റെ ഗ്രഹത്തിൽ എന്റെ ശത്രുവായ അസ്ഥികൂടന്റെ കണക്ക് തീർക്കേണ്ട കാര്യം ഓർമ്മ വന്നു. നമുക്ക് തിരിച്ചു പോകാൻ കാലചക്രം തയ്യാറായിട്ടുണ്ടോ? എല്ലാം തയ്യാറാണ്. അടേ ഇരുമ്പ് മനുഷ്യനെവിടെ? ഇവരുടെ കൂടെ ഇങ്ങനെ ചാടി ചാടി പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. എല്ലാവരും വരൂ, ഇറ്റാനിയയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഇന്നത്തെ കഥയിൽ ഹീമാൻ ഒരു ഗ്രഹത്തിലെ പ്രകൃതി സമ്പത്തിനെ അതിന്റെ നാശത്തിൽ നിന്നും അതിനെ സംരക്ഷിച്ചു. ദുർഭാഗ്യവശാൽ ഇത് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ഭൂമിയിലും. നമ്മൾ പ്രകൃതിയെയും മൃഗങ്ങളെയും നാശത്തിൽ നിന്നും സംരക്ഷിക്കണം. അത് നമ്മുടെ കടമയാണ്. ഇതുപോലെ നമ്മെ ചുറ്റി ധാരാളം അതിശയങ്ങളുണ്ട്. അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്.